16 ദിവസമായി സെക്രട്ടറിന് മുമ്പിൽ ആശാവർക്കർമാർ സമരം ആരംഭിച്ചിട്ട് പണിമുടക്കിക്കൊണ്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ അതേ രീതിയിൽ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം. ആശാവർക്കർമാർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം നൽകി. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതെങ്കിലും പ്രദേശത്ത് ആശാവർക്കർമാർ തിരിച്ചെത്തിയില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണം. അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജനങ്ങൾക്ക് ആരോഗ്യ സേവനം ലഭിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തണം. ഇവർക്ക് ഇൻസെന്റീവ് നൽകാനുള്ള ഉത്തരവ് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പിന്നീട് ഇറക്കും. പണിമുടക്കുന്ന ആശാവർക്കർമാരുടെ കണക്ക് ശേഖരണം നേരത്തെ ആരോഗ്യവകുപ്പ് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ DMOയുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ ഗൂഗിൾ ഫോം വഴിയാണ് കണക്കെടുപ്പ് തുടങ്ങിയത്. എന്നാൽ സർക്കുലർ നൽകിയാലും ജോലിയിൽ പ്രവേശിക്കാതെ സമരം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. ഈ മാസം 27-ന് മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലും 28-ന് കോഴിക്കോട് ജില്ലയിലും സമരം നടത്തും. നിലവിലുള്ള 7,000 രൂപയിൽ നിന്ന് വേതനം 21,000 ആക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാരുടെ സമരം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.